മരിക്കണേന് പിറ്റേ ദിവസം എന്തെങ്കിലും അമ്മയോട് എന്തെങ്കിലും കാര്യങ്ങളെന്തോ എന്തെങ്കിലും പറഞ്ഞാൽ? മരിക്കണതിന് പിറ്റേ ദിവസം അമ്മ എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റൂല, എനിക്ക് ഭയങ്കര വിഷമമാണ് എന്ന് എനിക്ക് അവൾ സംസാരിച്ച എൻ്റെ ഡിപ്രഷൻ മാറി കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ പോകുന്നു അവളെ വീട്ടിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പിള്ള എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിനക്ക്, അതിലൊരു കാര്യമെങ്കിലും നീ നല്ല കാര്യം വിചാരിച്ചിട്ട് എൻ്റെ മോനെ ഒരു 5 മിനിറ്റ് നീ സംസാരിക്കുക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അപ്പോൾ കൂളായിട്ട് പോകുന്നതാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ധിക്കാരമായിട്ടുള്ള ഒരു നെയ്യാറ്റിൻകരയിലുള്ളതാണ് ആ പെണ്ണ്. മച്ചാന്മാരെ, നിങ്ങളൊക്കെ പ്രേമിക്കുന്ന സമയത്തൊന്ന് ചിന്തിക്കുക, ഒന്ന് ആലോചിച്ച് കണ്ടുമൊക്കെ പ്രേമിക്കുക. ഏറ്റവും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കായിരിക്കും നിങ്ങൾ നഷ്ടപ്പെടുന്നത്. അവളുമാർക്കൊന്നുമില്ല, അവളുമാർ വേറെ കെട്ടി നല്ല സുഖമായിട്ട് ജീവിക്കും. എൻ്റെ അനുഭവത്തിൽ പറയുക, നിങ്ങൾക്ക് ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയും കണ്ടൊക്കെ പ്രണയിക്കുക, നിങ്ങളെ വീട്ടുകാരെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങൾ മരിച്ച അവളുമാർക്കൊന്നുമല്ല, നിങ്ങളെ വീട്ടുകാർക്കാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങളെ ഭാവി കളയരുത് ഒരിക്കലും. ഈ മിഥുൻ എന്ന് പറഞ്ഞ പയ്യനെ കൊന്നപ്പോൾ ഇവർക്ക് എന്താണ് കിട്ടിയത്? പ്രേമിച്ച് പറ്റിക്കുക, അതൊരു സുഖം പിടിച്ച പരിപാടിയായിട്ട് വരും ഇപ്പോൾ പെൺപിള്ളേർക്ക്. ആ പയ്യൻ എന്തുമാത്രം വോയിസ് ഇട്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് വോയിസ് ഇട്ടിട്ടുണ്ട്. അയാളെ കയ്യും കാലും പിടിച്ച് പ്രേമിച്ച് നടക്കുന്ന സമയത്ത് ഒന്നും ഇല്ലായിരുന്നു. അവനെ പറഞ്ഞ് പറ്റിച്ച് അവൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ച് അവൻ്റെ ചിലവിൽ പഠിച്ച് എല്ലാം ചെയ്തത്. ഇങ്ങനെ നല്ല ഒരു പയ്യനെ എന്തിനാണ് ഇവൾ കൊന്നത്? ഇവൾക്ക് കൊന്നപ്പോൾ എന്ത് സുഖമാണ് കിട്ടിയത്? ഇതേപോലെയുള്ള പെമ്പിള്ളേരെ നാട്ടിൽ വെച്ചേക്കരുത്, കൊന്നു കളയണം. നിങ്ങളെ നാട്ടിനടുത്തോ അല്ലെ നിങ്ങളെ വീട്ടിനടുത്തോ അല്ലെ നിങ്ങളെ കസിൻസോ ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എന്തായാലും നിങ്ങളെ മറുപടി എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. ആ അമ്മയുടെ കരച്ചിൽ കണ്ടില്ലേ? ആ കുടുംബത്തിന് താങ്ങും തണലുമായിരുന്നു ആ പയ്യൻ. ആ വീട്ടുകാർക്ക് പോയി, നാട്ടുകാർക്ക് പോയി, കൂട്ടുകാർക്കും പോയി, കായിക താരമാർക്കും പോയി. ഇതൊക്കെ എന്ത് കിട്ടി? എന്ത് സുഖമൊക്കെ കിട്ടി? ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് 2 നിയമം, അതല്ല ഒരു നിയമം വേണം കൊണ്ടുവരാനുള്ളത്. കൊന്ന 2 പേർക്ക് ഒരേപോലത്തുള്ള നിയമം ഒരുക്കണം വരാനുള്ളത്. അത് വേണം ഇനി ചെയ്യാനുള്ളത്. ആ പയ്യനെ കൊന്നു. എന്ത് കിട്ടി കൊന്നപ്പോൾ ഇവർക്ക്? ഗ്രീഷ്മയുടെ വീട്ടിനടുത്തുള്ള ഗ്രീഷ്മ ഇപ്പം ഇറങ്ങി നടക്കുന്നു, അതേ കണക്കായിരിക്കും ഇനി ഇവളും ഇറങ്ങി നടക്കാൻ പോകുന്നത്. ഇവളെ നിങ്ങളെ ഫ്രണ്ടിലാണ് ഇവളെ കിട്ടുന്നതെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ മറുപടി എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് വരാം. മരിക്കണേന് പിറ്റേ ദിവസം എന്തെങ്കിലും അമ്മയോട് എന്തെങ്കിലും കാര്യങ്ങളെന്തോ എന്തെങ്കിലും പറഞ്ഞാൽ? മരിക്കണതിന് പിറ്റേ ദിവസം അമ്മ എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റൂല, എനിക്ക് ഭയങ്കര വിഷമമാണ് എന്ന് എനിക്ക് അവൾ സംസാരിച്ച എൻ്റെ ഡിപ്രഷൻ മാറി കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ പോകുന്നു അവളെ വീട്ടിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പിള്ള എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിനക്ക്, അതിലൊരു കാര്യമെങ്കിലും നീ നല്ല കാര്യം വിചാരിച്ചിട്ട് എൻ്റെ മോനെ ഒരു 5 മിനിറ്റ് നീ സംസാരിക്കുക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അപ്പോൾ കൂളായിട്ട് പോകുന്നതാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ധിക്കാരമായിട്ടുള്ള ഒരു രീതിയിലാണ്. അവളെ എന്തോന്ന് പറയാം, ഇങ്ങനത്തെ ഇത്രയും തൻ്റെ ഇടമായിട്ടുള്ള ഒരു മോളെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കും ഒരു മോളുണ്ട്, ഞാൻ പലവർക്കും ഉള്ള പെമ്പിളരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വല്ലാത്തൊരു ക്യാരക്ടറാണ്. അവൾ ടീച്ചർമാരോട് എതിർത്ത് സംസാരിക്കുന്ന ഒരു കുട്ടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ കോളേജിലൊക്കെ കോളേജിലൊക്കെ ടീച്ചർമാരെ എന്ത് പറഞ്ഞാലും അവൾ എതിർത്തൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്നാണ് കോളേജിലെ പിള്ളേരൊക്കെ പറഞ്ഞത്. അത്രയും തൻ്റെ ഇടമുള്ള കുട്ടിയാണ്. ഇല്ല, ഇവൻ മെസ്സേജ് അയച്ചിരുന്നു,
കുറേ ഒരു 100 മെസ്സേജ് അയക്കുമ്പം അവന് ആ ഒരു വിഷമം, കാരണം ഇവള് സംസാരിക്കാത്തതുകൊണ്ടുള്ള വിഷമം കൊണ്ടാണ് മെസ്സേജ് അയക്കുന്നത്, അല്ലാതെ അവളെ വേറെ ഒരു ദുരുപയോഗപ്പെടുത്താനോ അങ്ങനെയൊന്നുമല്ല. അവന് ഭയങ്കര സ്നേഹമാണ് അത്. എന്നിട്ട് ഞാൻ അവളോട് പറയും, എന്നെക്കാട്ടി എൻ്റെ വീട്ടിലുള്ളവരെ കാട്ടി നിന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഞാൻ അവളോട് പറയുന്നു. പക്ഷെ അവളൊന്നും അത് ഓന്ന് പറയണമല്ലാതെ അവനോട് ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. അന്ന് രാത്രി 1 മണിയായപ്പം ഞാൻ മുകളിൽ പോയി നോക്കിയപ്പോൾ അവൻ ഉറങ്ങണില്ല. അത് കണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ ഉടനെ എന്നെ തള്ളയെ വിളിച്ചിട്ട്, എൻ്റെ ഫോണിന് അവൾ ബ്ലോക്ക് ചെയ്ത് വെക്കുകയായിരുന്നു. ഞാൻ തള്ളയെ വിളിച്ചിട്ട് പറഞ്ഞു, അവളമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ പിള്ളേ ഭയങ്കര ഉറങ്ങാതെ കിടക്കണം, എന്തെങ്കിലും ഒരു 5 മിനിറ്റ് സംസാരിക്കുക, എൻ്റെ മോന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ അമ്മ എടുത്തൊടിച്ചാൽ പറഞ്ഞു, മിതു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ശരിക്കും കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ മോനെ പോലെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്, ഞാൻ മോനെ പോലെയാണ് സ്നേഹിച്ചത്, അവനില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് കാണൂല എന്നാണ് എൻ്റെ കൂടി പറഞ്ഞത്. അപ്പം ഞാൻ ഒരു അമ്മയുടെ ദുഃഖമാണ് ഞാൻ മനസ്സിലാക്കിയത്. വന്നുമില്ല, വിളിച്ചുമില്ല, വേറെ ബന്ധവുമില്ല. പിന്നെ എനിക്ക് അവരെ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം, എൻ്റെ മോൻ എന്തൊക്കെ അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ ഞാൻ അറിയാതെയും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും, അതെല്ലാം എനിക്ക് വേണം. കാരണം എൻ്റെ ഇനി അത് ഉപയോഗിക്കാൻ അവൾ അർഹതയില്ല, അവൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ. പക്ഷേ നിയമപരമായിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവളെ വീട്ടിൽ പോയി വാങ്ങിക്കും, അതിലൊരു മാറ്റമില്ല. കാരണം എൻ്റെ മോൻ എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്ക് നഷ്ടപ്പെടാൻ എനിക്കൊന്നുമില്ല. ഞാൻ അവനൊക്കെ വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. അവൻ്റെ അമ്മ വിളി കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. ഇങ്ങനെ ഒരു ഇനിയുള്ള ഒരു ഈ പെൺപിള്ളേർക്ക് ആൺപിള്ളേർക്കും ഒരേ സ്ഥാനം, ആൺപിള്ളേർ മരിച്ചാലും പെൺപിള്ളേർ മരിച്ചാലും ഒരേ സ്ഥാനം, 2 പേർക്കും ഒരേ ഇതാണ്. കാരണം പെൺപിള്ളേരിങ്ങനെ ചതി ചെയ്തിട്ട് മരിക്കുന്നത്, ആൺപിള്ളേർ ചതി എനിക്ക് എന്തിനാണ് ഇങ്ങനെ രണ്ടായിട്ട് മക്കളെ വളർത്തുന്നത്? അമ്മയും അച്ഛനും ഒരേ രീതിയിലാണ് വളർത്തുന്നത്, ഒരേ സ്ഥാനം കൊടുത്തല്ലേ അമ്മയും അച്ഛനും വളർത്തുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈക്വലായിട്ടുള്ള ഒരു നിയമം വേണം. കാരണം ഇനിയും അല്ലെങ്കിൽ ഇനിയും ഒരുപാട് അക്ഷരമാർ ഇനിയും ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ വേദന പോലെ ഇനി ഒരു അമ്മയ്ക്കൊരു വേദന ഉണ്ടാവാൻ പാടില്ല. വളരെ മോശമായിട്ടാണ് ഓൺലൈനിലും കാര്യങ്ങളിലും ഈ കുട്ടി പ്രചരിപ്പിക്കുന്നത്. ഇതിന് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് കാരണമാണ് ഞാൻ തേക്കാൻ കാരണമെന്നൊക്കെ പറയുന്നത്. ഇതിന് ഒരു സൈക്കോ തരമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഇരിക്കാൻ വേണ്ട, അവർക്ക് പിന്നെ എന്തെങ്കിലും വേണമല്ലോ. കാരണം ഈ കോളേജിലുള്ള ഒരു കുട്ടികൾ പോലും എൻ്റെ മോനെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ല. അന്ന് മരിച്ച സമയത്ത് ഇവിടെ നിൽക്കാനോ ഇരിക്കാനോ സ്ഥലങ്ങളില്ലാതെ ഈ റോഡിലോ വിളകളിലാണ് ആളുകൾ ഇരുന്നത്. പഠിച്ച പിള്ളേർ ബോധം കെട്ട് വീണു. ഇതെല്ലാം ഈ സംഭവം ഉണ്ടായതാണ്. അപ്പം ഒരു കാരണവശാലും എൻ്റെ മോൻ സൈക്കോയോ ഒന്നുമല്ല. കാരണം അവളെ ശരിക്കും സ്നേഹിച്ച് ഉള്ള ഒരു ഇതായതാണ്. അഥവാ തന്നെയും സ്നേഹിച്ച് അവളെ കിട്ടണം എന്നുള്ള ഒരൊറ്റ, അവളെ അത്ര നമ്മളെ വീട്ടിലെക്കാട്ടിയും ഉള്ളവരെക്കാട്ടി സ്നേഹം കൂടുതലാണ്. ഇനി അവളെ അമ്മയും അവളും പലതും പറയും, അതെനിക്കറിയാം. കാരണം അവർക്ക് നിലനിൽപ്പ് വേണമല്ലോ. അവളെ അമ്മ എൻ്റെ കൂട്ടത്ത് പറഞ്ഞതാണ്, ഞാനും കൂടി നിൽക്കുന്ന സമയത്താണ് ഒരു മക്കളും അമ്മയോട് ഇങ്ങനെ പറയൂല. അമ്മ എവിടെ പോണു എന്തിനു പോകണമെന്ന് ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അപ്പം അമ്മ എവിടേക്ക് പോണു എന്നാണ് ചോദിച്ചത്. അങ്ങനെ ഒരു മോളാണ് അവൾ. ആ അമ്മയെ ചോദ്യം ചെയ്ത എൻ്റെ മുമ്പ് വെച്ചാണ്. അവൾ അമ്മയോട് വേണമെങ്കിൽ ഞാൻ നേരിട്ട് വേണമെങ്കിലും ചോദിക്കാം, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെയാണ്. പിന്നെ എൻ്റെ മോൻ മരിക്കണം എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ സ്നേഹിച്ച് ആ ഒരു ഇതുകൊണ്ട് അവളില്ലാത്തൊരു ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മരണത്തിൻ്റെ കാര്യം പറയണതാണ്. അല്ലാതെ സൈക്കോ ആയതുകൊണ്ടാണല്ലോ അല്ല. അവള് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് എൻ്റെ മോൻ അവളെ സ്നേഹിച്ചത് കൊണ്ടുള്ളത് കൊണ്ടാണ്. സ്നേഹം മൂത്താണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അവളമ്മ ഇനി പലതും പ്രചരിപ്പിക്കും. ഞാൻ അവരെ എന്തോ പറഞ്ഞു, അവരെ എന്തോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം എൻ്റെ മോനെ സ്നേഹിച്ചതല്ലേ അവൾ എന്നാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവൾ ഡാൻസ് കളിക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടല്ലോ. അവൾ എങ്ങനെ കാണും? എൻ്റെ മോൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് വരെ അവൾ ഇട്ടിരിക്കുന്നു. അതൊരു പെൺകുട്ടിയാണോ? ഇങ്ങനെയാണോ പെൺപിള്ളേരെ ജീവിക്കേണ്ടത് ഈ ലോകത്ത്? അപ്പോൾ ഇനിയും എത്രയോ പയ്യന്മാരെ പറ്റിച്ച് അവൾ ജീവിക്കും. അങ്ങനെ ഒരിക്കലും പറ്റിച്ച് ജീവിക്കാൻ പാടില്ല. അവൾക്കൊരു ശിക്ഷ കൊടുക്കണം.
എനിക്ക് സങ്കടം കൊണ്ടാണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞേട്ടാ നേരത്തെ. ശരിക്കല്ലേ? പിന്നെ ഞാനിപ്പോൾ ഒരുപാട് ആലോചിച്ചിട്ടൊരു തീരുമാനം പറയട്ടാ. ഞാൻ കുറച്ച് കാലം നിന്നൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഇരിക്കാം. എന്തെങ്കിലും വിഷമം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറയണം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ ഇന്നങ്ങനെ ശല്യപ്പെടുത്താനോ വിളിച്ച് ടോർച്ചർ ചെയ്യാനോ ഒന്നിനും ഞാൻ വരുന്നില്ല. എനിക്ക് മാക്സിമം ഞാൻ ഒഴിഞ്ഞ് മാറിപ്പോയി തരാം. പക്ഷെ ഞാൻ നിന്നെ വിട്ട് പോകണമെന്നൊന്നും നീ വിചാരിക്കരുത്. ഒരിക്കലും ഇതൊന്നും പറ്റൂല. എനിക്ക് നീയാണ് വേണ്ടത്. എനിക്ക് നിന്നെ പഴയ വരെ എനിക്ക് തിരിച്ച് കിട്ടണം. അവിടെ ഇപ്പം ചിലർ കൂടെ ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നൂടെ? അവരവരോരോ യൂസിന് വേണ്ടിയാണ്ടേ. അത് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോകും എനിക്കെൻ്റെ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. എനിക്ക് വിശ്വാസമുണ്ട് ഇവിടെയൊക്കെ അങ്ങനെ തിരിച്ചു വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീ എപ്പോൾ വന്നിരുന്നാലും ഞാൻ ഇവിടെ കാണും ഓക്കെ. എനിക്ക് നീ ഇങ്ങനെയൊക്കെ മെസ്സേജ് റിപ്ലൈ ആക്കാൻ ഭയങ്കര വിഷമമുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെ കല്ല് പോലെയൊക്കെ പറയണതിനും സഹിക്കാൻ പറ്റാതിനപ്പുറം വിഷമമുണ്ട്. പക്ഷെ ഒരു സമയം എൻ്റെ അമ്മ സത്യമായിട്ടും നിൻ്റെ അടുത്ത് ഞാൻ ഞാൻ നിൻ്റെ അടുത്ത് കള്ളത്തരമൊന്നും കാണിച്ചിട്ടില്ല ഇത്രയും കാലം. ഇഷ്ടം കൊണ്ടൊക്കെ പറ്റിപ്പോയതാണ്ട. പക്ഷെ ഇത് മുതലെടുക്കണ ആരെങ്കിലുമൊക്കെ ഒരുപാട് പേര് കാണും. എന്തെങ്കിലും രീതിയിലായിരുന്നാലും ഒക്കെ മുതലെടുക്കണവരാണ്ടേ. എന്നെ പോലെ ആരും നിന്നെ സ്നേഹിക്കില്ലടാ. കുറിപ്പിൽ അങ്ങനെ ഉണ്ട്. അവൻ്റെ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്യുപ്മെൻസും ബാക്കി അവൻ്റെ വസ്തുവിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന 2 സെൻറ്റെങ്കിലും ക്ലബിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ പിള്ളേരെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കായികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകണമെന്ന് അവൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ സഹോദരിക്ക് സഹോദരിയുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കല്യാണ സമയത്ത് അവൻ്റെ ഭാഗമായിട്ട് അവൻ്റെ കരുതലായിട്ട് കൊടുക്കാൻ വേണ്ടി അവൻ്റെ സ്വന്തം വണ്ടി വിറ്റ് ഡ്യൂക്ക് വിറ്റ് 1 പവൻ്റെ സ്വർണ്ണമെങ്കിലും അവർക്ക് കൊടുക്കണമെന്നും ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അടിവരയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ആ കുട്ടിയെ ഒരു കാരണവശാലും ആരും ഉപദ്രവിക്കരുത് എന്ന്. എന്നിട്ട് അവളുടെ അടുത്ത് ശരിക്കും ഇത് പോകുന്നു. പുറമേ വന്ന ഇപ്പോൾ പുതിയ ഒരു പയ്യനായിട്ട് റിലേഷനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ്റെ പേരെഴുതി വെച്ചിട്ട് പറഞ്ഞ് അവനെ ഒരിക്കലും വിശ്വസിക്കരുത്, അവൻ നല്ലതല്ല, സൂക്ഷിക്കാണ്ട് ജീവിക്കാന്നാണ്. അവസാനം അവൻ്റെ മരണസമയത്ത് പോലും അവളെ നല്ലത് മാത്രമാണ് അവൾ ആലോചിച്ചിട്ട് പോയിട്ടുള്ളത്. അത്രയ്ക്ക് സന്തോഷപരമായിട്ടാണ് അവൻ 5.5 കൊല്ലം കൊണ്ട് ആ കുട്ടിയെ കാത്തത്. അവളെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നതിനെക്കാട്ടിയും നല്ല രീതിയിലാണ് അവളെ വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ അവളെ അവസാനം അവൻ്റെ മരണത്തിന് തന്നെ കാരണമാവേണ്ടി വന്നു. ധനുവച്ചരം കോളേജിലുണ്ടായിരുന്ന മിഥുവിൻ്റെ വാർത്ത ഇപ്പോൾ എല്ലാവരെയും വീണ്ടും ഞെട്ടിക്കുന്നു. എല്ലാവർക്കും അതിൽ നിന്ന് കരകയറാനായിട്ടില്ല എന്ന് പറയാം. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ മിഥുവിനെക്കുറിച്ച് നിരവധി പേരാണ് നല്ലത് മാത്രം പറയുന്നത്. അത്ര നല്ല ചെറുപ്പക്കാരനായിരുന്നു മിഥു എന്ന് പറയുന്നു. മിഥു ആ പെൺകുട്ടിയെ മാത്രമല്ല പൊന്നുപോലെ നോക്കിയത്, മറിച്ച് ആ പെൺകുട്ടിയുടെ വീട്ടുകാരെയും തറയിൽ വയ്ക്കാതെയാണ് നോക്കിയത്. മിഥുവിൻ്റെ വീട്ടുകാരെ കാണുന്നത് പോലെ തന്നെയായിരുന്നു ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ കണ്ടിരുന്നത്. അതിനുശേഷം ആ പെൺകുട്ടിക്ക് എല്ലാമായി മാറാൻ മിഥു പലതും ചെയ്തു കൂട്ടി. അക്കൂട്ടത്തിൽ സമൂഹത്തിലൊക്കെ തന്നെ വളരെ നല്ല ഒരു മാറ്റമായിരുന്നു മിഥു ചെയ്തത്. സമൂഹത്തിലുള്ള താഴെത്തട്ടിലുള്ള കുട്ടികളെല്ലാവരും കളിച്ചു വളരണമെന്നും അവരുടെ ആഗ്രഹം സ്പോർട്സിലാണെങ്കിൽ അവരെ മികവുറ്റവരാക്കാനായിട്ട് മിഥു പല രീതിയിൽ ശ്രമിച്ചു എന്നും പറയുന്നു. യൂണിവേഴ്സിറ്റി താരം, ബോൾ ബാഡ്മിൻ്റണിലും ആർച്ചറിയിലും നാഷണൽസ് വരെ കളിച്ചിട്ടുള്ള മിടുക്കനാണ് മിഥു. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വന്തം നാട്ടിലും അവിടെ ചുറ്റുവട്ടമുള്ളവരൊക്കെ തന്നെയും സഹായിക്കാൻ മിഥു തയ്യാറായിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ പോയി കുട്ടികളെ വിളിച്ചുകൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. അവരെയൊക്കെ പൈസ മുടക്കാതെ മിഥു തന്നെ പൈസ പോക്കറ്റിൽ നിന്ന് ചിലവാക്കി അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. പല രീതിയിലാണ് മിഥു സോഷ്യൽ വർക്കിലേക്ക് നിറഞ്ഞു നിന്നത്. അങ്ങനെ എല്ലാവരുടെ മുന്നിലും കളിച്ചു ചിരിച്ച് നടന്നുവെങ്കിലും ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. അവരെ കൊണ്ട് വരിക മാത്രമല്ല, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ, കിറ്റിനും മറ്റും വസ്തുക്കൾക്കുമായി വേണ്ട ചെലവുകൾ സ്വന്തം പോക്കറ്റിലെ കാശ് തന്നെ ഉപയോഗിച്ച് പരിശീലനം നൽകാൻ ഒരു മടിയും മിഥുനുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആത്മഹത്യക്കുറിപ്പിലും മിഥു ഇക്കാര്യമാണ് വെളിപ്പെടുത്തുന്നത്. എൻ്റെ കിറ്റും എൻ്റെ ജേഴ്സിയും ബോളും എല്ലാം കുട്ടികൾക്ക് കൊടുക്കണം. അത് കിട്ടാത്ത കുട്ടികൾക്ക് വേണം കൊടുക്കാൻ. അത് ആർട്സിലുള്ളവരെ ഏൽപ്പിക്കണം. പിന്നീട് ക്ലബിന് വേണ്ടി എനിക്ക് നൽകാവുന്ന സ്വത്തുക്കളെല്ലാം ക്ലബിന് നൽകണം. എൻ്റെ പേരിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിലും 2 സെൻറ്റ് ഉണ്ടെങ്കിലും അത് ക്ലബിന് നൽകണം. അത് ക്ലബിൻ്റെ ആവശ്യങ്ങൾക്കായി നൽകണമെന്ന് എഴുതി വെച്ചിട്ടാണ് മിഥു ആത്മഹത്യ ചെയ്തത്. മിഥുവിൻ്റെ വേദന അത്രമാത്രം ഉണ്ടായിരുന്നു. പക്ഷേ ആ വേദനയിലും കളിച്ചു ചിരിച്ച് നടന്ന കുട്ടികളെക്കുറിച്ചും തന്നെ വിശ്വസിച്ച് വന്ന കുട്ടികളെക്കുറിച്ചും മറന്നില്ല മിഥു. അവരെ നോക്കണമെന്നും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും എഴുതി വെച്ചതിന് ശേഷമായിരുന്നു മിഥു പോയത്. ആ അമ്മയുടെ കണ്ണീര് കണ്ടില്ലേ? ഇതേപോലത്തെ പന്നിയുടെ മകളെ കൊന്നുകളഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? നിങ്ങളുടെ കയ്യിലാണ് ഇവളെ കിട്ടുന്നത്, നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? സമൂഹത്തിൽ ഇവളുമാരെ ഇറക്കി വിട്ടാൽ എന്തായിരിക്കും ഞാൻ സംഭവിക്കാൻ പോകുന്നത്? ഇതേപോലെ ഇനി എത്ര പയ്യന്മാരെ കൊല്ലും?
നിങ്ങളുടെ കയ്യിലാണ് ഗെയ്സ് ഇവരെ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ അഭിപ്രായം കൊന്നുകളയണം, അത്രയേ ഉള്ളൂ. ഇതേപോലുള്ള പെമ്പിളറെ വെച്ചേക്കരുത്.